Hi students, welcome back to Bosco Campus Vision. I am Marina Michael, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Dear students, this is the 38th lecture of Investment Management. Dear students, this is the 5th and the last module, that is Portfolio Management. In this module, we are going to learn its meaning, importance, phases, that is different phases of constructing portfolios, then security analysis, fundamental analysis, EIC framework, economy analysis, industry analysis and company analysis, that is EIC, then technical analysis, Dow theory, Elliott wave theory. Let's start with portfolio management, its meaning. Before going to the topic, let's see what is security. എന്താണ് security? Securities are tradable financial instruments used to raise capital in public and private markets. It is usually tradable financial instruments. നമുക്കറിയാം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിനൊരു വാല്യൂ കാണും, അതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാൻ പറ്റും. Securities are financial instruments that hold value and can be traded between parties. ഈ സെക്യൂരിറ്റീസ് ആണ് നമ്മൾ പോർട്ട്ഫോളിയോയിൽ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നതും കമ്പൈൻ ചെയ്യുന്നതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. സെക്യൂരിറ്റീസ് തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഇക്വിറ്റി സെക്യൂരിറ്റീസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസിന്റെ രൂപത്തിലുള്ളത്, ദെൻ ഡെറ്റ് ഉണ്ട്, ദെൻ ഹൈബ്രിഡ് ഫോംസ്, കോമ്പിനേഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെറ്റ്. നമ്മുടെ സെക്യൂരിറ്റീസ് എന്താണെന്നും സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്താണെന്നും ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ്, ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. എന്നാലും പോർട്ട്ഫോളിയോ തുടങ്ങുന്നതിന് മുൻപ് എന്താണ് സെക്യൂരിറ്റീസ്? Okay, these are financial instruments that hold value and can be traded between parties. Then, portfolio is a combination of securities. Portfolio is combination of securities such as stocks, bonds, and money market instruments. It is a list of securities that belongs to an individual investor or group of investors having certain goals. നമുക്കറിയാം ഈ സെക്യൂരിറ്റീസിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻവെസ്റ്റ്മെന്റിന്റെ ഫേസസ് എന്തൊക്കെയാണ്, പ്രോസസ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഈ ഇൻവെസ്റ്റ്മെന്റ്, സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ബെസ്റ്റ് അവന്യൂസ് ആണ്. ഇൻവെസ്റ്റേഴ്സിന്റെ ഏറ്റവും നല്ല ഒരു സംരംഭം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഈ സ്റ്റോക്സ്, ബോണ്ട്സ്, ഡിബഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി സേവിങ്സ് മാറ്റിവെക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു രീതിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഏത് സെക്യൂരിറ്റീസ്, ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് റാദർ ദാൻ വൺ സിംഗിൾ സെക്യൂരിറ്റി. ഓക്കെ, അന്നേരം ഈ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാകുന്ന ഗുണം എന്താണ്? ഏതെങ്കിലും റിസ്ക് എലമെന്റ് ഉണ്ടെങ്കിൽ ആ റിസ്ക് എലമെന്റിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനോ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് മാറ്റാനോ ഈ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് കഴിയും. അങ്ങനെ ഈ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റീസിന്റെ ആ ഒരു കൂട്ടം അല്ലെങ്കിൽ ആ കോമ്പിനേഷനെ പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ. സച്ച് ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ്, okay, a group of securities അല്ലെങ്കിൽ combination of securities such as stocks, bonds and money market instruments. Okay, it is a list of securities that belongs to an individual investor or group of investors having certain goals. Okay,
What is the main aim of combination of these securities? Creation of portfolio helps to reduce risk without sacrificing return. That is the main element, that is the underlying factor behind the portfolio. Okay, portfolio is a combination of securities such as stocks, bonds and money market instruments. It is a list of securities that belongs to an individual investor or group of investors having certain goals. Again, group of securities held together as an investment is known as portfolio. Creation of portfolio helps to reduce a risk without sacrificing return. The process of blending together the broad asset class so as to obtain optimum return with the minimum risk is called a portfolio construction. Please underline that term, portfolio construction. The process of blending together the broad asset class so as to obtain optimum return, maximum return with the minimum risk is called a portfolio construction. നമ്മൾ ആ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ ബ്രോഡ് അസറ്റ് ക്ലാസ്സിന് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ എയിം എന്ന് പറയുന്നത് മാക്സിമം റിട്ടേൺ വിത്ത് മിനിമം റിസ്ക്. Then that process is called portfolio construction. Next, portfolio management. നമുക്കറിയാം ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഒരു ഫിനാൻഷ്യൽ നേച്ചറിലായിരിക്കും അസറ്റ്സുകൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അതിന്റെ ഫലം എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആൻഡ് ലോ റിട്ടേൺ പ്രൊഫൈൽ. നമ്മൾ ഒരു ഫിനാൻഷ്യൽ നേച്ചർ മാത്രം നോക്കി, ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് അസറ്റ്സിന്റെ ഫിനാൻഷ്യൽ നേച്ചർ മാത്രം നോക്കിയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആൻഡ് ലോ റിട്ടേൺ പ്രൊഫൈൽ. അന്നേരം അങ്ങനെയുള്ള ആ ഒരു ഇത് മാറ്റുക, ദാറ്റ് ഈസ് ഹൈ റിസ്ക് ആൻഡ് ലോ റിട്ടേൺ പ്രൊഫൈൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻവെസ്റ്റേഴ്സിനും ഫേവറബിൾ അല്ല. ഓക്കെ, ബട്ട് the wise investor not only plans his portfolio as per his return profile or preferences, but also manages his portfolio efficiently so as to earn the highest rate of return for the lowest risk possible at the level of investment. ചിന്തിച്ചിട്ട് വൈസ് ഇൻവെസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പ്രിഫറൻസസ് നോക്കിയിട്ട് റിട്ടേൺ പ്രൊഫൈലും റിസ്ക് പ്രൊഫൈലും ഒക്കെ നോക്കിയതിന് ശേഷമായിരിക്കും ആ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുക. അതിന്റെ ഫലം എന്ന് പറയുന്നത് ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ദെൻ വിത്ത് ലോവസ്റ്റ് പോസിബിൾ റിസ്ക് അതായിരിക്കും. അന്നേരം ഇതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യുന്നത്. That is, it is a dynamic and flexible concept and involves continuous and systematic analysis, judgment and operation. It comprises all process involved in creation and maintenance of an investment portfolio. എന്തൊക്കെ പ്രോസസ് ഉണ്ടാകുന്നുണ്ടോ ഈ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹയസ്റ്റ് റിട്ടേൺ വിത്ത് ലോവസ്റ്റ് പോസിബിൾ റിസ്ക് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിനെ എടുക്കാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രോസസ്സ് ഇതിനകത്ത് വരുന്നുണ്ടോ അതെല്ലാം ചേർന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ഓക്കെ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻക്ലൂഡിംഗ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര ഓഫ് കമ്പനീസ്. Portfolio management involves a proper decision making as to what to purchase and what to sell. It requires detailed risk and return analysis and proper money management in terms of investments in a basket of assets. The basic objective being reduction of risk and maximization of return. The basic objective behind the portfolio management is reduction of risk, minimization of risk and maximization of return. Again, portfolio involves construction of portfolio, taking into account investors' objectives, constraint, preference for risk and return, and tax liability.
Portfolio management involves construction of portfolio, taking into account investors' objectives. ഓരോ ഇൻവെസ്റ്റേഴ്സിന്റെയും എയിം ഒബ്ജക്റ്റീവ്സ് വ്യത്യാസമായിരിക്കും. ദെൻ കൺസ്ട്രൈൻസ്, എന്തൊക്കെ തടസ്സങ്ങളുണ്ട്. ദെൻ റിസ്ക് റിട്ടേൺ പ്രിഫറൻസ്, ചില ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ഇഷ്ടമായിരിക്കും, റിസ്ക് ഏറ്റെടുക്കാൻ അവർക്ക് തയ്യാറായിരിക്കും. ദെൻ ടാക്സ് ലയബിലിറ്റി, ദാറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ പ്രോസസ്സും ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ. ഇറ്റ്സ് എ ഫസ്റ്റ് പ്രോസസ്. Next, it involves that portfolio reviewed and adjusted from time to time in tune with market conditions. നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെച്ച പോർട്ട്ഫോളിയോയിൽ മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാകും. അന്നേരം അതനുസരിച്ചുകൊണ്ട് ഇതിനെ റിവ്യൂ നടത്തുക, മാറ്റം വരുത്തുക, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും മീൻസ് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും സെക്യൂരിറ്റീസിൽ ആ പോർട്ട്ഫോളിയോയിലുള്ള ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസിന് മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് റിട്ടേൺ വളരെ കുറഞ്ഞു പോയെങ്കിൽ അതിനെ മാറ്റുക. ഓക്കെ. ദെൻ ദ ഇവാലുവേഷൻ ഓഫ് പോർട്ട്ഫോളിയോ performance is to be done by the manager in terms of target set for risk and return, and changes in the portfolio are to be affected to meet the changing conditions. They must the above process, that is the evaluation of portfolio performance, is to be done by the manager in terms of target sets. നമുക്ക് ആ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ ഓഫ് പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് നമ്മളൊരു ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേഷൻ നടന്നതിന് ശേഷം റിസ്ക് റിട്ടേൺ ചേഞ്ചസിനനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ പോർട്ട്ഫോളിയോനെ അഫക്റ്റ് ചെയ്യുക, മാർക്കറ്റ് കണ്ടീഷൻസ് ചേഞ്ചിങ് കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോയെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യുക, റിവ്യൂ ചെയ്യുക. അത് ഇവാലുവേഷൻ പ്രോസസ്സിന് ശേഷമായിരിക്കും. നമ്മൾ ഈ ലെക്ചറിൽ എന്താണ് സെക്യൂരിറ്റീസ്, എന്താണ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ, ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ദെൻ അസൈൻമെന്റ് ഫ്രം ദിസ് സെഷൻ. What is portfolio management, portfolio construction, and what is portfolio diversification? Thank you, students, and God bless you.